പണ്ട് ഇപ്പോൾ ഈ CPM എടുക്കുന്ന സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ചെറിയ കഥ ഓർമ്മ വരുന്നത്. അതായത് ഒരാൾ 2 പേരെ സൽക്കാരത്തിന് വിളിച്ചത്രേ വീട്ടിലേക്ക്. സൽക്കാരത്തിന് വിളിച്ചിട്ട് അവർക്ക് നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ ഡൈനിങ് ടേബിളിൽ ഒരുക്കി. എന്നിട്ട് അവർ കഴിക്കാൻ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഇയാളൊരു കമൻറ്റ് പറഞ്ഞു, വരണ്ട ആൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതിൽ ഈ 2 ആളിൽ ഒരാൾക്ക് ദേഷ്യം പിടിച്ചു. അപ്പം ഞങ്ങളെന്താ വരണ്ട ആളല്ലേ, ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്നതല്ലേ. അവൻ ദേഷ്യം പിടിച്ചെന്ന് ഞങ്ങളെ ഭക്ഷണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അവൻ സൽക്കാരം നിഷേധിച്ച് പോയി ഇറങ്ങിപ്പോയി. അതിൽ ഇയാളിങ്ങനെ ആത്മകഥം വിട്ടിട്ട് പറഞ്ഞു, പോകേണ്ടവനല്ലല്ലോ പോയത് പറഞ്ഞു. അതോടുകൂടി മറ്റം തിരിഞ്ഞിട്ട് അത് ശരി, അപ്പം ഞാൻ നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്ന ആളല്ലേ, എന്നാലേ നിങ്ങളെ ഭക്ഷണം കഴിച്ചോളൂ, ഞാൻ പോകണം. ചുരുക്കി പറഞ്ഞ 2 സൽക്കാരത്തിന് വിളിച്ച 2 ആളും എന്ത് ചെയ്തു, തെറ്റിപ്പോയി. മറ്റേ ആളോട്ട് വന്നതുമില്ല. ഇയാൾ ഉണ്ടാക്കി വെക്കാൻ എന്തായി, ബാക്കിയായി. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഭൂരിപക്ഷത്തെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാർഡ് ഇറക്കുകയാണ്. ഇത് ആർക്കും മനസ്സിലാവും, ഇതേത് കുട്ടിക്കും മനസ്സിലാവും. അത് ഇപ്പം ഇറക്കിയതല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഇറക്കിയിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇറക്കിയിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഒരു ന്യൂനപക്ഷ കാർഡ് ഉപയോഗിച്ചതാണ്. ഫലസ്തീൻ ഇഷ്യൂ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും ഏക സിവിൽ കോഡ് ഉപയോഗിച്ചുകൊണ്ടും സിറ്റിസൺഷിപ്പിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വ്യാപകമായിട്ട് നടത്തി. ഞങ്ങൾ മുസ്ലിങ്ങളോടൊപ്പമാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കിയിട്ട് ജയിക്കാൻ പറ്റുമെന്ന് അന്ന് നോക്കി. പക്ഷേ അത് നടന്നില്ല, അത് മനസ്സിലായി എല്ലാവർക്കും. പിന്നെ അതിന് പകരം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹൈന്ദവ കൺസോളിഡേഷൻ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതിന് ഇവിടെ ഇങ്ങനെ വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കഥയാണ് പേര് സംഭവിക്കാൻ പോകുന്നത്. എന്ത് ഈ 2 ആളും തെറ്റിപ്പോകും. കാരണം എന്താ അറിയോ, കേരളത്തിലെ സാമാന്യ ജനം, അത് ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ, അതിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങളുള്ള വളരെ മുകളിലുള്ള ലെയറിലും അതുപോലെ തന്നെ ആ നിലക്ക് ആവശ്യങ്ങളുള്ള ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ കേരള സമൂഹം ഇവിടെ വർഗീയത ഉണ്ടാവരുത്, ഇവിടെ വർഗീയത ആളിക്കത്താൻ പാടില്ല, ഞങ്ങൾ അയൽവാസികൾ തമ്മിൽ ഞങ്ങളെ തെറ്റിക്കാൻ പാടില്ല, ഞങ്ങൾ ഒന്നിച്ചിവിടെ ജീവിക്കും, ഇത് കേരളമാണ് എന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ടാണ് ഇവിടുത്തെ കേരള ജനത മുന്നോട്ട് പോകുന്നത്. അത് എല്ലാവർക്കും ഒരു ശ്രദ്ധ നല്ലതാണ്. ഇവർ ഈ പറയുമ്പോഴേക്ക് ചില ആൾക്കാരുണ്ട് ഭയങ്കര ഭീതി, ഇതാകെ പ്രശ്നമായി, കേരളത്തിലാകെ വർഗീയതയായി, പ്രയാസമായി, ബുദ്ധിമുട്ടായി, ഇവർ 2 വർത്താനം പറഞ്ഞോടുകൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ആകെ പ്രശ്നം. അതൊന്നുമില്ല, അത് വെറുതെ പറഞ്ഞ് മീഡിയകൾ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇവർ അങ്ങനെ കുരക്കുന്ന ആ കുരക്ക് കാത് കൊടുക്കേണ്ടവരല്ല പ്രബുദ്ധമായ മലയാളികളെന്നാണ് പറയുന്നത്. അത് ആ നിലക്ക് എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്ത് പോകണം. ഇവിടെ ഒരിക്കലും ഈ സമുദായങ്ങളെ തമ്മിൽ തെറ്റിച്ച് ഒരു ഡിവിഡൻഡ് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഇലക്ഷനിൽ തന്നെ, ഈ കഴിഞ്ഞ ഇലക്ഷനുകളൊക്കെ ഇത്തരം സമീപനങ്ങൾ എടുത്തിട്ട് എന്ത് നേട്ടം കിട്ടി? ഒരു നേട്ടവും കിട്ടിയിട്ടില്ല. അത് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലേറെ ഈ വിഷയം തിരിച്ചറിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.